അമനകര ഭരതക്ഷേത്രം. കോട്ടയം ജില്ലയിലെ നാലമ്പല ദർശനത്തിൽ ഭക്തർ മൂന്നാമതായി ദർശിക്കുന്ന ക്ഷേത്രം അമനകര ശ്രീ ഭരതൻ ക്ഷേത്രം. പാലാ കൂത്താട്ടുകുളം റോഡിന് സമീപമായിട്ട് തന്നെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. റോഡിൽ നിന്നും അല്പദൂരം നടന്നാൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. പ്രകൃതി മനോഹരമായ ഒരു ചെറിയ ഗ്രാമമാണ് അമനകര. ആദ്യകാലത്ത് ഈ ഗ്രാമം അയമനകര എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പ്രസിദ്ധമായ 5 മനകളുടെ ഉടമസ്ഥതയിലായിരുന്നു ഈ ക്ഷേത്രം. ഇന്ന് പൂനം, പുതിയിടം, താമരമംഗലം എന്നീ 3 മനക്കാർക്കാണ് ഇതിൻ്റെ അവകാശം. ശ്രീരാമനെയും ലക്ഷ്മണനെയും ഭരതനെയും ശത്രുഘ്നസ്വാമിയെയും ദർശിക്കാൻ ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നു. ഇവിടെ ഭരതസ്വാമി പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് കുടികൊള്ളുന്നത്. ചതുർബാഹു വിഗ്രഹമാണ്. തൊട്ടടുത്തായി ഗണപതി വിഗ്രഹവുമുണ്ട്. ഞങ്ങളും ഭരതസ്വാമിയെ ദർശിക്കാനായി ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടം വഴി അകത്തേക്ക് പ്രവേശിച്ചു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണ് എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൂടൽമാണിക്യം കഴിഞ്ഞാൽ തെക്കൻ കേരളത്തിലെ കൂടൽമാണിക്യം എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. നിത്യവും 3 പൂജകളുള്ള ഈ ക്ഷേത്രത്തിൻ്റെ താന്ത്രികാവകാശം തൃപ്പൂണിത്തുറ പുലിയന്നൂർ ഇല്ലക്കാർക്കാണ്. ശ്രീരാമൻ ലക്ഷ്മണ സമേതനായി കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ ലക്ഷ്മണൻ ഒരു കൂട നിറയെ മധുരഫലങ്ങൾ ശ്രീരാമന് കാഴ്ചവെക്കുകയും മധുരമേറിയ ആ ഫലങ്ങൾ കയ്യിൽ കിട്ടിയപ്പോൾ സഹോദരന്മാരായ ഭരത ശത്രുഘ്നന്മാരെയും അമ്മമാരെയും മനസ്സിലോർക്കുകയും ചെയ്തു. ഈ സമയം ഭരത ശത്രുഘ്നന്മാരും അമ്മമാരും ഈ വനപ്രദേശത്തേക്ക് എത്തുകയും അങ്ങനെയാണ് ഈ പ്രദേശത്ത് അവരുടെ സാന്നിധ്യം ഉണ്ടായതത്രേ. ശ്രീരാമൻ മനസ്സിൽ വിചാരിച്ചപ്പോൾ ശ്രീരാമൻ്റെ അമ്മ വന്നു നിന്ന സ്ഥലം അമ്മ നിന്ന കരയായും പിന്നീട് അമനകരയായി മാറിയെന്നുമാണ് പറയപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിൽ പ്രത്യേകം നിർമ്മിച്ച പാതുക പൂജാ മണ്ഡപം. ഇവിടെ വിശേഷമായ പാതുക പൂജ നടത്താറുണ്ട്. പ്രധാന ക്ഷേത്രത്തിനു മുൻപിൽ അതീവ പ്രാധാന്യത്തോടെ കിഴക്കോട്ട് ദർശനമായി ശിവഭഗവാന്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ഭരതസ്വാമിയുടെ അവതാരം മഹാവിഷ്ണുവിൻ്റെ കയ്യിലെ ശംഖുരൂപത്തിൽ നിന്നും ഉണ്ടായതാണ്. അതിനാൽ ഇവിടെ പ്രധാന വഴിപാടാണ് ശംഖുപൂജ. മംഗല്യസിദ്ധിക്കായി തിരുവാട സമർപ്പണം വളരെ പ്രസിദ്ധമാണ്. വനത്തിനുള്ളിൽ എത്തിയ ഭരതൻ തൻ്റെ ജ്യേഷ്ഠനു മുൻപിൽ എങ്ങനെയാണോ പ്രാർത്ഥിച്ചു നിന്നത് അതേ ഭാവത്തിലാണ്, അപേക്ഷിക്കുന്ന ഭാവത്തിലാണ് ഇവിടെ ഭരതസ്വാമി കുടികൊള്ളുന്നത്. ശ്രീരാമൻ്റെയും 3 സഹോദരന്മാരുടെയും നാമധേയത്തിലുള്ള 4 ക്ഷേത്രങ്ങളാണ് നാലമ്പലം എന്ന് അറിയപ്പെടുന്നത്. ദശരഥപുത്രന്മാരുടെ എല്ലാവരുടെയും ക്ഷേത്രങ്ങൾ ഒന്നിച്ച് ഒരു ദിവസം തന്നെ ദർശനം നടത്തുന്നത് സമ്പൂർണ്ണ രാമായണ പാരായണം നടത്തുന്നതിന് തുല്യമാണ് എന്നാണ് വിശ്വാസം. മേടമാസത്തിലെ അനിഴത്തിന് കൊടിയേറി തിരുവോണത്തിന് ആറാട്ടോടുകൂടി അവസാനിക്കുന്ന ഉത്സവവും കർക്കിടകത്തിലെ നാലമ്പല ദർശനവുമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷങ്ങൾ. മറ്റ് ഹൈന്ദവ വിശേഷ ദിവസങ്ങളെല്ലാം ക്ഷേത്രത്തിൽ പ്രൗഢഗംഭീരമായി നടക്കുന്നു. രാവിലെ 5:30 മുതൽ 12:30 വരെയും വൈകിട്ട് 5 മുതൽ 8 മണി വരെയുമാണ് ദർശന സമയം. മുജ്ജന്മ ദോഷപരിഹാരത്തിനായി ഇവിടെ ക്ഷേത്രക്കുളത്തിൽ മീനൂട്ട് വഴിപാട് വിശേഷമായി കരുതുന്നു. രാമപുരത്തെ ശ്രീരാമസ്വാമിയുടെ ആറാട്ട് നടക്കുന്നത് ഈ ക്ഷേത്രക്കുളത്തിലാണ് എന്നതും ഒരു പ്രത്യേകമായ കാര്യമാണ്.
ജ്യേഷ്ഠനായ രാമനോടുണ്ടായിരുന്ന സഹോദര സ്നേഹം. അയോധ്യയുടെ രാജാവാകാൻ അവസരം ലഭിച്ചിട്ടും രാമപാദുകത്തെ സിംഹാസനത്തിൽ പ്രതിഷ്ഠിച്ച് ഭരണം നിർവഹിച്ച് രാജ്യത്തോട് കാണിച്ച പ്രതിബദ്ധത, രാമായണത്തിലെ നീതിമാനെന്ന് ഭരതസ്വാമിയെ വാഴ്ത്താനുള്ള കാരണവും ഈ സവിശേഷതകൾ തന്നെയാണ്. തന്നിൽ വിശ്വാസം അർപ്പിച്ച് മുന്നിലെത്തുന്ന ഭക്തരോടും അതികരുതലും പ്രതിബദ്ധതയും തുടരുന്ന ഭരതസ്വാമി വാഴുന്ന പുണ്യഭൂമിയാണ് അമനകര ശ്രീ ഭരതസ്വാമി ക്ഷേത്രം. ഞങ്ങൾ ക്ഷേത്ര സന്ദർശനം പൂർത്തിയാക്കി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. നന്ദി.